തപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഇന്ന് രണ്ട് തരത്തിൽപ്പെട്ട രണ്ട് ഹൗസ് ഹോൾഡ് ഡിവോട്ടീസാണ്. ഒരാൾ രാമേന്ദ്ര സുന്ദർ ഭട്ടാചാര്യ, മറ്റൊരാൾ നാരായൺ ചന്ദ്ര ഘോഷ്. രണ്ട് തരത്തിൽപ്പെട്ടവരാണിവർ. അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുക, നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥാശ്രമികളായ ആളുകൾക്ക് എങ്ങനെയാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഹൗസ് ഹോൾഡ് ഡിവോട്ടീസിൻ്റെ കഥകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഇവരെ സംബന്ധിച്ച് അത് കുറേ കൂടെ വ്യക്തത വരുത്തിക്കൊണ്ടാണ്, അതിൻ്റെ മറ്റൊരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇവരുടെ ജീവിതത്തെ നമുക്ക് നോക്കി കാണാവുന്നത്, ഈ രണ്ടുപേരുടെയും. അതുകൊണ്ടാണ് രണ്ടുപേരുടെയും കാര്യം ഒന്നിച്ച് പറയുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. കാരണം ഒരാളെ സംബന്ധിച്ച്, അതായത് രാമേന്ദ്ര സുന്ദർ ഭട്ടാചാര്യ, അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഭഗവാനെ കണ്ടിട്ടുള്ളൂ, ഒരേ ഒരു തവണ, അതും 8ാമത്തെ വയസ്സിൽ കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ ഒന്നും അറിയുന്ന ഒരു പ്രായത്തിലല്ല, പിന്നെ കണ്ടിട്ടേയില്ല. അതേസമയം നാരായൺ ചന്ദ്ര ഘോഷ് ഭഗവാനെ നിരവധി തവണ, അതായത് ഈ ദക്ഷിണേശ്വരത്ത് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരിൽ ഒരാൾ തന്നെയാണ് നാരായൺ ചന്ദ്ര ഘോഷ്. സ്ഥിരമായി ഭഗവാന്റെ അടുത്ത് എല്ലാ ഒഴിവ് ദിവസം, ശനി ഞായർ ദിവസങ്ങളിലും അല്ലാത്തപ്പോഴൊക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന, ഭഗവാനുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ഒരാളാണ് നാരായൺ ചന്ദ്ര ഘോഷ്. പക്ഷേ അദ്ദേഹത്തിന് ഭഗവാനെ മനസ്സിലായേയില്ല. ഇതൊരു അവതാരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായേ ഇല്ല അവസാനം വരെ. ഭഗവാന്റെയൊക്കെ ദേഹത്യാഗം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാണ് അദ്ദേഹം ഇത് തിരിച്ചറിയുന്നത്. താൻ ഇത്രയും നാൾ ദക്ഷിണേശ്വരത്ത് പോയിരുന്നത് അവതാര പുരുഷനായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി. അപ്പോൾ അതിൽ അങ്ങേയറ്റത്തെ പശ്ചാത്താപം പ്രകടിപ്പിക്കുന്ന ആളാണ് നാരായൺ ചന്ദ്ര ഘോഷ്. നോക്കൂ, അതാണ് ഒരാൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ മനസ്സിലാകുന്നില്ല. അതേസമയം രാമേന്ദ്ര സുന്ദർ ഭട്ടാചാര്യയെ സംബന്ധിച്ചിടത്തോളം 8ാമത്തെ വയസ്സിൽ ഒന്ന് കണ്ടതേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടേ ഇല്ല. ജീവിതത്തിൽ പിന്നെ കണ്ടിട്ടില്ല, കാണാനുള്ള അവസരം ഉണ്ടായില്ല. പക്ഷേ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാൾ എത്രമാത്രമാണ് ഭഗവാനെ ഈശ്വര രൂപത്തിൽ സാക്ഷാത്കരിച്ചത്. ഈശ്വരീയമായൊരു കാണാതെ തന്നെ, പിന്നീട് 8ാമത്തെ വയസ്സിൽ കണ്ടു എന്നുള്ളത് മാത്രം, പിന്നെ വളർന്നതിന് ശേഷം കാണാതെ തന്നെ എങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടി. അദ്ദേഹമാണ് ശ്രീരാമകൃഷ്ണ ഭാഗവതം എഴുതിയത്. 5000 ശ്ലോകങ്ങൾ അടങ്ങിയ ശ്രീരാമകൃഷ്ണ ഭാഗവതം ശ്രീരാമകൃഷ്ണദേവൻ സ്വപ്നത്തിൽ മാത്രമേ ഇവർ തമ്മിൽ കാണുന്നുള്ളൂ. അതാണ് ഈ രാമചന്ദ്ര ഭട്ടാചാര്യയുടെ ഒരു പ്രത്യേകത. 8ാമത്തെ വയസ്സിൽ ഒരിക്കൽ നേരിട്ട് കണ്ടിട്ടുള്ളതല്ല, പിന്നെ എല്ലാ സ്വപ്നത്തിലുള്ള കാഴ്ചയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സ്വപ്നത്തിൽ വന്നാണ് പറയുന്നത്, നീ ഈ ശ്രീരാമകൃഷ്ണ ഭാഗവതം എഴുതുന്നതിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഒരാൾ ഒരിക്കൽ മാത്രം കണ്ട ഒരാൾ, മറ്റൊരാൾ നിരന്തരം കണ്ടയാൾ. ഈ രണ്ടു പേർക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിലുള്ള വ്യത്യാസം, ഒരാൾക്ക് സാധിച്ചില്ല, പിന്നീടാണ് തിരിച്ചറിയുന്നത്. മറ്റൊരാൾക്ക് കാണാതെ തന്നെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. ഇതാണ് രണ്ടുപേർ തമ്മിലുള്ള വ്യത്യാസം. ഈശ്വരനെ അടുത്തറിയാൻ നിരവധി അവസരങ്ങൾ ഈശ്വരൻ തന്നെ നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പാഠം. അത്
ഈശ്വരൻ്റെ മഹത്വം കൊണ്ടല്ല, ഈശ്വരൻ സ്വന്തം മഹത്വം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മെ ആധ്യാത്മികമായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അവസരങ്ങൾ നമുക്ക് തരുന്നത്. അല്ലാതെ ഈശ്വരന് നമ്മെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ജോലി ഈശ്വരനില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയെയും എങ്ങനെ ആത്മീയ തലത്തിൽ ഉയർത്താൻ കഴിയും എന്നുള്ളതിന് അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഇത് നാരായൺ ചന്ദ്ര ഘോഷിൻ്റെ കൂട്ട് ഒരിക്കലും തിരിച്ചറിയാത്തവരും രാമേന്ദ്ര സുന്ദരനെ കൂട്ട് ഒറ്റ കാഴ്ചയിൽ തന്നെ തിരിച്ചറിയുന്നവരും ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ വ്യത്യാസം. അപ്പം നമ്മൾ ഉൾപ്പെടെ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അതാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ മായാബന്ധിതമായിട്ടിരിക്കുന്ന ആ ലോകം, ആ ലോകത്ത് മായാബന്ധിതമായിരിക്കുന്ന ലോകത്തിരുന്നുകൊണ്ട് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റില്ല. അപ്പം മറ നീക്കി അപ്പുറത്ത് പോകണമെന്നാണ് ഈശ്വരൻ പറയുന്നത്. ഈ മായയെ നീക്കുക എന്നുള്ളതാണ് ഈശ്വരൻ നമുക്ക് നൽകുന്ന അവസരം. ഈ മായയെ നീക്കി ഈശ്വരനെ കാണാനുള്ള അവസരമാണ്. അതായത് ആ കർട്ടൻ നീക്കാനുള്ളൊരവസരം ഭഗവാൻ ഓരോ തവണയും നമുക്ക് തരും. പക്ഷെ നമ്മൾ തന്നെ വേണം ആ കർട്ടൻ നീക്കാൻ. പക്ഷെ പലപ്പോഴും ആ കർട്ടൻ ഇപ്പുറത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള പലർക്കും സംഭവിക്കുന്നത്. ആ കർട്ടൻ ഒന്ന് കൈകൊണ്ടൊന്ന് നീക്കിയാൽ മതി. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ഒരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈശ്വരനെ കാണാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരു ഉന്നതനായ വ്യക്തിയെ ഭഗവാൻ പറയുന്ന സമയത്താണെങ്കിൽ അന്നത്തെ കാലത്തെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ഏതെങ്കിലും ഭരണതലത്തിലുള്ള വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കാണണമെങ്കിൽ ഇന്നത്തെ ശ്രമത്തിൽ നമ്മൾ ഒരു മന്ത്രിയെ കാണണം എന്നൊക്കെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഉദ്യോഗസ്ഥനെ കാണണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരുപാട് റെക്കമെൻഡേഷൻ്റെ ആവശ്യമുണ്ട്. ഈ ആരെങ്കിലും നമുക്ക് റെക്കമെൻഡേഷൻ നൽകിയാൽ മാത്രമേ, ആ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാൻ പറ്റൂ. അങ്ങനെ പോലും കാണാൻ പറ്റില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ സമയത്തിനനുസരിച്ച് അദ്ദേഹം പറയുന്ന സമയത്ത് വേണം നമുക്കവിടെ ചെല്ലാൻ. അങ്ങനെ ചെന്നാലും കാണണം എന്നില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് വരും. തിരിച്ചു പോകേണ്ടി വരും, പല ദിവസങ്ങളിൽ പോകേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം കണ്ടാൽ തന്നെ കാര്യം നടക്കണമെന്നില്ല, അദ്ദേഹം കാര്യം നടത്തി തരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമ്മളൊരു സാമാന്യം ഒരു വ്യക്തിയെ കാണുന്നതിന് നമ്മൾ അനുഷ്ഠിക്കുന്ന പ്രശ്നങ്ങളിതാണ്. അതേസമയം ഈശ്വരനെ കാണണമെന്ന് നമുക്ക് തോന്നിയാൽ വിചാരിച്ചാൽ മാത്രം മതി. നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് വിചാരിച്ചാൽ മാത്രം മതി. പക്ഷെ വിചാരിക്കുന്നത് ഭഗവാൻ പറയുന്നത് ഈശ്വരനോടുള്ള പ്രേമം മൂലം തന്നെ ആയിരിക്കണം. അതിൻ്റെ ആകെയുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നത് ഈശ്വരനോടുള്ള പ്രേമം മാത്രമാണ്. അത് എവിടെ ഇരുന്നാലും നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അത്രയും വളരെ സുതാര്യമാണ് ഈശ്വരനെ കാണുക എന്നുള്ളതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പം അങ്ങനെ നമുക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് പക്ഷെ നമ്മൾ അതിനകത്ത് ശ്രമിക്കാറില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇതിനകം നമ്മൾ കണ്ട എല്ലാ ഗൃഹസ്ഥ ഭക്തന്മാരുടെയും ജീവിതം, അവരുടെ പ്രയത്നങ്ങൾ, അവർ സഞ്ചരിച്ച വഴികൾ, അവർ സാക്ഷാത്കരിച്ച ഈശ്വരീയ ഭാവങ്ങൾ എല്ലാം തന്നെ നമുക്ക് ലഭ്യമാണ്. നമ്മൾ ഇത് വായിച്ചറിഞ്ഞും പഠിച്ചും കഴിഞ്ഞതാണ്. അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ മുമ്പിൽ ഏത് സമയവും നമുക്കതൊക്കെ പരിശോധിക്കാവുന്ന തരത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ അനുഭവസ്ഥരായവരുടെ ജീവിതം നമ്മൾ പഠിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഈശ്വര സാക്ഷാത്കാരം നേടാൻ ശ്രമിച്ചവരുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്കിത് ബോധ്യപ്പെടുന്നത്. ശ്രീരാമകൃഷ്ണ വചനാമൃതം തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നത്. കാരണം രാമായണം, മഹാഭാരതം, ഭാഗവതം, അങ്ങനെ എത്രയോ ഭഗവത് കഥകൾ നമ്മൾക്ക് വേണ്ടി ഋഷിവര്യന്മാർ നമുക്ക് വേണ്ടി രചിച്ചു തന്നിട്ടുണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴികളാണ് നമ്മളുടെ മുമ്പിൽ തെളിയുന്നത്. അതൊരു ഈശ്വര സാക്ഷാത്കാരമല്ല, അത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളൊരു വഴി മാത്രമാണ്. അപ്പോൾ അതിലൂടെ ഒരിക്കലെങ്കിലും അച്ചടക്കത്തോടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈശ്വര സാക്ഷാത്കാരത്തിന് വളരെ എളുപ്പം നമുക്കത് സാധ്യമാണ്. അതിനുള്ള മാർഗങ്ങളാണ് ഈ വചനാമൃതത്തിൽ ഭഗവാന്റെ മൊഴികളായിട്ട് നമ്മുടെ മുമ്പിൽ ഇത്രയും ഈസി ആയിട്ട് നമ്മുടെ മുമ്പിൽ ഭഗവാൻ ഓരോ ദിവസവും നമുക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെയാണ് പോകേണ്ടത്, ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടതെന്ന്
ഓരോ ദിവസം ഇതാണ് സത്യം, ഇതാണ് മായ, ഇതാണ് നീ ചെയ്യേണ്ട പ്രവൃത്തി, നിൻ്റെ ജീവിതം എങ്ങനെ, ഇതെല്ലാം ഓരോ ദിവസവും വചനാമൃതം വായിക്കുന്ന ഓരോ ദിവസവും നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് നീട്ടി പറയാൻ കാരണം, ഇന്ന് നമ്മൾ പറയുന്ന ഈ രണ്ടു പേരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലേക്ക് ഇത്തരം ഒരു ഘടന ഭഗവാൻ അവരെ ബോധ്യപ്പെടുത്തിയത് എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി അവരുടെ ഒരു ജീവിതം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈശ്വരന് വേണ്ടി നമ്മൾ അവരുടെ ഭഗവാൻ പറഞ്ഞത്, ഈശ്വരന് വേണ്ടി സമയം മാറ്റി വെക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഈശ്വരന് വേണ്ടി നമുക്ക് സമയം മാറ്റി വെക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാറ്റി വെക്കപ്പെടുന്നത് ഈശ്വരന് വേണ്ടിയുള്ള സമയമാണ്. ഈശ്വരന് വേണ്ടിയുള്ള സമയമായിരിക്കും നമുക്ക് ഒട്ടും സമയമില്ലാത്തത്. ബാക്കി എല്ലാം ചെയ്യാൻ നമുക്ക് സമയമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ രാമചന്ദ്ര ഭട്ടാചാര്യയുടെ ജീവിതം അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അദ്ദേഹം ഈശ്വരന് വേണ്ടി സമയം മാറ്റിവെച്ച ഒരാളാണ്. ഈശ്വരനെ നിരന്തരം കണ്ടിട്ടല്ല. അതാണ് അതിനകത്തെ വ്യത്യാസം. ഈശ്വരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിവെക്കുകയും, ഈശ്വരൻ ഭഗവാൻ പറഞ്ഞ പോലെ ഒരു കൈ കൊണ്ട് ലൗകിക ജീവിതത്തിൽ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുകയും മറ്റേ കൈ ഈശ്വരനിൽ പിടിച്ചുകൊണ്ടുമാണ് ഈ രാമേന്ദ്ര സുന്ദർ ഭട്ടാചാര്യ തൻ്റെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോയി. അദ്ദേഹം ഒരു അഗാധമായ സംസ്കൃത പാണ്ഡിത്യമുള്ളൊരു വ്യക്തിയാണ്. സ്വന്തമായി ഒരു സംസ്കൃത സ്കൂൾ സ്വന്തമായി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവർ തമ്മിൽ നേരിട്ട് കാണുന്നത് ഒറ്റത്തവണ 8ാമത്തെ വയസ്സിൽ കുട്ടിയായിരിക്കുമ്പോഴാണ്. അന്ന് അറിവില്ലായിരുന്നു. പിന്നെ സ്വപ്നത്തിൽ മാത്രമാണ് ശ്രീരാമകൃഷ്ണദേവനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു സ്വപ്നത്തിൽ ഭഗവാൻ വരുന്നത് 80ാമത്തെ വയസ്സിലാണ്. അതാണ് അതിനേക്കാളും വിചിത്രം. 8ാമത്തെ വയസ്സിൽ കണ്ട ഭഗവാനെ പിന്നീട് രാമേന്ദ്ര സുന്ദർ കാണുന്നത് 80ാമത്തെ വയസ്സിലാണ്, അതും സ്വപ്നത്തിൽ. ആ സ്വപ്നത്തിൽ 80ാമത്തെ വയസ്സിൽ ഭഗവാൻ വന്നു പറഞ്ഞതാണ്, നീ ഭഗവാനെക്കുറിച്ച് എഴുതൂ എന്ന് ആ സ്വപ്നത്തിലാണ് വന്ന് പറയുന്നത്. നിൻ്റെ ഉള്ളിലുള്ള ഭഗവാനെക്കുറിച്ചുള്ള നിൻ്റെ സങ്കല്പങ്ങൾ എന്താണെന്നുള്ളത്, നിൻ്റെ ഉള്ളിലുള്ളത് നീ എഴുതൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാമചന്ദ്ര സുന്ദർ പറഞ്ഞത്, സ്വാമി എനിക്ക് 80 വയസ്സായി, ഇപ്പോൾ എഴുതാനോ ചിന്തിക്കാനോ ഉള്ള അവസ്ഥയിലല്ല. മാത്രമല്ല ഇനി എത്ര നാൾ ഞാൻ ജീവിക്കാൻ, അതുകൊണ്ട് ഇനി എനിക്ക് അതിനുള്ള അവസരം ഈ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ഒട്ടും നിൻ്റെ പ്രായത്തെക്കുറിച്ച് നീ വിഷമിക്കണ്ട, നീ എഴുതാൻ തുടങ്ങുന്നു. അങ്ങനെ 80ാമത്തെ വയസ്സിലാണ് രാമേന്ദ്ര സുന്ദർ ഭഗവാനെക്കുറിച്ച്, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് എഴുതുന്നത്. അതാണ് ശ്രീരാമകൃഷ്ണ ഭാഗവതം എന്നുള്ള 5000 സംസ്കൃത ശ്ലോകങ്ങളടങ്ങിയ ഒരു ബൃഹത് ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് എഴുതി കഴിഞ്ഞ ശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹമാണ് പറഞ്ഞത്, ഞാൻ 8ാമത്തെ വയസ്സിലാണ് ഭഗവാനെ കണ്ടത്. അത് അച്ഛൻ്റെ കൂടെ, എൻ്റെ അച്ഛൻ ഭഗവാന്റെ വലിയ സുഹൃത്തായിരുന്നു എന്നാണ് പറയുന്നത്. ഡിവോട്ടി എന്നുള്ള അർത്ഥത്തിലുള്ള സുഹൃത്താണ്. എങ്ങനെയുള്ള സുഹൃത്ത്? കമാർപുക്കൂറിൽ ഇവർ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ഭഗവാനും ബാല്യകാല സുഹൃത്തുക്കളാണ്. അവിടുത്തെ ആ 15 കൊല്ലക്കാലത്തോളം ഭഗവാനും ഈ രാമേന്ദ്ര സുന്ദറിൻ്റെ അച്ഛനും സുഹൃത്തുക്കളായി, കുട്ടികളായി ഓടിച്ചാടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അത്രയും വലിയ ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഒരു ദിവസം ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ ഈ ദക്ഷിണേശ്വര രണ്ടുപേരും ഏതാണ്ട് ഒരേ സമയത്താണ് കൽക്കട്ടയ്ക്ക് വരുന്നത്. ശ്രീരാമകൃഷ്ണദേവനും കൽക്കട്ടയ്ക്ക് വരുന്ന അതേ സന്ദർഭത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ രാമേന്ദ്ര സുന്ദറിൻ്റെ അച്ഛനും കൽക്കട്ടയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ കുറിച്ചിട്ടിരുന്നു. അദ്ദേഹത്തിന് കാമാർപൂട്ട്, അതായത് ജാധുനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ജാധുനാഥും ശ്രീരാമകൃഷ്ണദേവനുമായിരുന്നു
കുട്ടിക്കാലത്ത് വളരെ കളിക്കൂട്ടുകാരായിരുന്നത്. പിന്നീട് രണ്ടുപേരും ഒരേ സന്ദർഭത്തിൽ തന്നെ ഒരേ കാലഘട്ടത്തിൽ തന്നെ കൽക്കട്ടയിലേക്ക് വരുന്നു. ഇതിനകത്ത് ഒരു പ്രത്യേകത, ഇദ്ദേഹം ഭഗവാൻ വരുന്നതും രാംകുമാറിൻ്റെ സംസ്കൃത പഠന ട്യൂഷൻ ക്ലാസ്സുകളെ സഹായിക്കാനുള്ള രീതിയിൽ അവിടെ ഒരു സഹായിയായിട്ടാണ് ഭഗവാൻ വരുന്നത്. ഈ ജാദുനാഥ് കൽക്കട്ടയിൽ വരുന്നതും സംസ്കൃത പഠനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അദ്ദേഹം വളരെ ഒരു സ്കോളറായി മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സ്വന്തമായി സംസ്കൃത സ്കൂളൊക്കെ ആരംഭിച്ച് അവിടെ വലിയ അപ്പോൾ ഏതൊക്കെ സമയത്ത് ഈ ജാദുനാഥ് കമാർപുക്കൂറിലേക്ക് അവധിക്ക് പോകുമ്പോൾ ദക്ഷിണേശ്വരത്ത് വന്ന് ഭഗവാനോട് പറയും, ഞാൻ കമാർപുക്കൂറിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് എന്തിനെന്ന് വെച്ചാൽ ഭഗവാന്റെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ കമാർപുക്കൂറിൽ പോയി പറയാനും, തിരിച്ച് കമാർപുക്കൂറിൽ നടക്കുന്ന അന്നത്തെ അവരുടെ പഴയ ബാല്യകാല സുഹൃത്തുക്കളുടെയോ ആ നാട്ടുകാരിലുള്ളവരുടെയോ വിശേഷം മുഴുവനും ഈ ജാദുനാഥ് മടങ്ങി വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് ദക്ഷിണേശ്വരത്ത് വന്ന് ഭഗവാനെ പറഞ്ഞ് കേൾപ്പിക്കണം. ഇതാണ് ഇവർ തമ്മിലുള്ള സൗഹൃദം. അപ്പം അങ്ങനെയുള്ള ജാദുനാഥിൻ്റെ മകനാണ് രാമേന്ദ്ര സുന്ദർ ഭട്ടാചാര്യ. അപ്പോൾ 8ാമത്തെ വയസ്സിൽ ഒരിക്കൽ രാമേന്ദ്ര സുന്ദർ ഭട്ടാചാര്യയോട് അച്ഛൻ ജാദുനാഥ് പറഞ്ഞു, ഞാനിങ്ങനെ ദക്ഷിണേശ്വരത്ത് പോയി ഞാൻ ഒരു വലിയ ആളെ കാണാൻ പോവുകയാണ്. എൻ്റെ ബാല്യകാല സുഹൃത്തൊക്കെയാണ്, പക്ഷേ അദ്ദേഹം വലിയ ജ്ഞാനിയും ഗുരുവൊക്കെയാണ്. നീ അദ്ദേഹത്തെ വന്ന് കാണാൻ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞാണ് ഈ രാമേന്ദ്രനെ അച്ഛൻ ജാദുനാഥ് കൂട്ടിക്കൊണ്ടുപോവുകയും പഞ്ചവടിയിൽ അവിടെ വെച്ചാണ് ഇവർ തമ്മിൽ പരസ്പരം കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ട ഉടൻ തന്നെ ജാദുനാഥ് മകനോട് പറഞ്ഞു, കാലിൽ നമസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കാലിൽ നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് തലയിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചു, ദീർഘ ആയുസ്സുണ്ടാവട്ടെ എന്ന്. നോക്കൂ, ദീർഘ ആയുസ്സുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഈ കുട്ടി പിന്നീട് 80ാമത്തെ വയസ്സിൽ ഭഗവാന്റെ ശ്രീരാമകൃഷ്ണ ഭാഗവതം എഴുതുകയും പിന്നീട് 100 വയസ്സ് വരെ ജീവിച്ചു. 100 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. 1972 അദ്ദേഹം 1872 ജനനം, 1972 മരണം. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച അദ്ദേഹത്തിൻ്റെ ഈ കൃതി, അതായത് ശ്രീരാമകൃഷ്ണ ഭാഗവത സംബന്ധിച്ച കൃതി, ഈ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ, പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് തന്നെ ഇദ്ദേഹത്തെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരുപാട് ഇതൊക്കെ ലഭ്യമായ ഒരാളാണ്. അപ്പോൾ അത്രയും മിടുക്കനാണ് നമ്മളീ പറഞ്ഞ രാമേന്ദ്ര സുന്ദർ. അപ്പോൾ ആ രാമേന്ദ്ര സുന്ദർ ആ 8ാമത്തെ വയസ്സിൽ ഭഗവാന്റെ കാൽക്കൽ തൊട്ട് തൊഴുത് നീ ദീർഘായുസ്സുള്ളവനായിരിക്കട്ടെ എന്ന് പറയുകയും 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയും, 100 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് ഈശ്വര കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് 100 വയസ്സ് വരെ ജീവിച്ചിരുന്നത്. ഇതുപോലൊരു വലിയ കൃതി, ഭാഗവതം പോലൊരു കൃതി എഴുതാനുള്ളൊരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയൊക്കെ ചെയ്തു. 1884 രാമേന്ദ്ര സുന്ദർ ഭഗവാനെ നേരിട്ട് കാണുന്നത് 8ാമത്തെ വയസ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ അനുഗ്രഹങ്ങളെല്ലാം നേടിയ ശേഷം ഭഗവാന്റെ കാണാതെ തന്നെ, പിന്നെ ഒരിക്കലും ഇവർ തമ്മിൽ കണ്ടിട്ടില്ല, കാണാതെ തന്നെ ഭഗവാനെക്കുറിച്ചുള്ള മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കാണാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും സൂചിപ്പിച്ച് കണ്ടില്ല. എന്തായാലും അദ്ദേഹം പല തിരക്കുകളിൽപ്പെട്ടായിരിക്കാം സംഭവിച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ പിന്നെ പറയുന്നത് ഈ രാമചന്ദ്രനെക്കുറിച്ച് കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, പിന്നെ രാമചന്ദ്രൻ ഇദ്ദേഹം ഭഗവാനെക്കുറിച്ച്, അതായത് ഭഗവാന്റെ ആ മഹത്വത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ
അദ്ദേഹത്തിന് അറിയാം. എന്നാൽ പോലും അദ്ദേഹത്തിന് ഇത് കൂടുതൽ ബോധ്യപ്പെടുന്ന തരത്തിൽ പിന്നീട് വളർന്നു വന്ന് ഇദ്ദേഹം വലിയ സംസ്കൃത സ്കോളറൊക്കെ ആയി പ്രൊഫസറൊക്കെ ആയി മാറിയ ശേഷവും ഇദ്ദേഹത്തിനൊരു അനുഭവം ഉണ്ടായതായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. ഭഗവാന്റെ ആ മഹത്വത്തെക്കുറിച്ചുള്ള അനുഭവം, ആ ഈശ്വരീയ ഭാവത്തെക്കുറിച്ചുള്ള ഒരു അനുഭവം ഇദ്ദേഹത്തിന് ഉണ്ടായതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട്. അതായത് അവിടുത്തെ സ്കോട്ടിഷ് ചർച്ച് കോളേജിലെ ഒരു വലിയ പ്രൊഫസർ. അപ്പോൾ ഈ ഇവരെല്ലാം പ്രൊഫസർമാരായതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ ഈ സ്കോട്ടിഷ് ചർച്ച് കോളേജിലെ പ്രൊഫസർ നമ്മുടെ രാമചന്ദ്രനെ കണ്ടപ്പോൾ, അദ്ദേഹത്തെ രാമേന്ദ്ര സുന്ദറിനെ പരിചയപ്പെട്ട സമയത്ത് അവർ പരിചയക്കാരാണ്. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഈ രാമേന്ദ്ര സുന്ദർ സ്കോട്ടിഷ് ചർച്ചിലെ ആ പ്രൊഫസറോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത്, എനിക്കൊരു വലിയ അനുഭവമുണ്ട് ഈ കാര്യത്തിൽ, ഭഗവാനുമായിട്ട് എനിക്കൊരു വലിയ അനുഭവമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാമേന്ദ്ര സുന്ദർ ചോദിക്കുന്നത്, എന്താണ് ആ അനുഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്കോട്ടിഷ് ചർച്ചിലെ പ്രൊഫസർ പറഞ്ഞു, ഈ നമ്മുടെ നരേന്ദ്രൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പരിചയമുണ്ടായിരുന്നു. ഈ പ്രൊഫസർക്ക് നരേന്ദ്രനെ പരിചയമുണ്ടായിരുന്നു. അപ്പം നരേന്ദ്രനെ പോലൊരു ചെറുപ്പക്കാരൻ ഈ അന്ധവിശ്വാസത്തിൽപ്പെട്ട് ഈ പൂജാരിയെ പോലെ ഇരിക്കുന്ന ആളുകളെയൊക്കെ ചെന്ന് കണ്ട് അവരെക്കുറിച്ചൊക്കെ, അതായത് തികച്ചും അന്ധവിശ്വാസം. ഈ വിദ്യാഭ്യാസം കൊണ്ട് നരേന്ദ്രൻ എന്ത് ഗുണമാണ് ഉണ്ടായത് എന്ന രീതിയിൽ നരേന്ദ്രനെ വിളിച്ചൊരിക്കൽ ഉപദേശിച്ചു, നീ ഇങ്ങനെ വഴിതെറ്റിപ്പോവരുത്, നീ ജീവിതത്തിൽ നല്ല നിലയിൽ പഠിച്ച് വലിയ ഒരു വ്യക്തിയാകേണ്ട നീ ഈ ഏതോ ഒരു പൂജാരി പറയുന്നത് കേട്ട് ആ പൂജാരിയുടെ വാക്കുകൾ കേട്ട് അതെല്ലാം വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നിനക്ക് നാണമാകുന്നില്ലേ ഇങ്ങനെ നടക്കാൻ, കുറഞ്ഞ പക്ഷം നീ ഒരു നല്ല ചെറുപ്പക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ സ്കോട്ടിഷ് ചർച്ചിലെ പ്രൊഫസർ നരേന്ദ്രനെ ഒരുപാട് ഉപദേശിച്ചു എന്ന് ഈ പ്രൊഫസർ തന്നെ രാമേന്ദ്രനോട് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അന്ന് നരേന്ദ്രൻ തിരിച്ചു പറഞ്ഞ മറുപടിയാണ് ഈ സ്കോട്ടിഷ് ചർച്ചിലെ പ്രൊഫസറെ അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ പറഞ്ഞു, ഈ നരേന്ദ്രൻ ഈ സ്കോട്ടിഷ് ചർച്ചിലെ പ്രൊഫസറോട് പറഞ്ഞത്, താങ്കൾ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത നിരക്ഷരകുക്ഷിയായ ആ ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിരുന്ന, ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭ്രാന്തനാണെന്ന് തോന്നുന്ന, കാണുന്നവർക്കൊക്കെ തോന്നുക എന്തോ ഭ്രാന്തനായ ഒരാൾ എന്ന് മാത്രം തോന്നുന്ന, ആർക്കും ഒരു മതിപ്പുണ്ടാകാവുന്ന യാതൊരു ലക്ഷണങ്ങളും കാണിക്കാത്ത ആ വ്യക്തി തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഈശ്വരൻ എന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമായി എൻ്റെ മുന്നിൽ കാണിച്ചു തന്നത് അദ്ദേഹമാണ്. ഞാൻ കള്ളം പറയില്ല, ഞാൻ ഈ പറയുന്നത് 100% സത്യമാണ്. ഞാൻ ഈശ്വരനെ കണ്ടു, അത് ഇദ്ദേഹം മൂലമാണ്. ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ എന്നെ സഹായിച്ചതാണ്. ഈ സ്കോട്ടിഷ് ചർച്ചിലെ പ്രൊഫസർ വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ടിട്ട് അദ്ദേഹം പിന്നീട് ഈ രാമേന്ദ്ര സുന്ദറിനോട് പറഞ്ഞതാണ്, നരേന്ദ്രൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഉത്തമ ബോധ്യം വന്നു. കാരണം നരേന്ദ്രനെ എനിക്ക് നന്നായിട്ടറിയാം. നല്ല പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമേ നരേന്ദ്രൻ ഏതെങ്കിലും ഒരു കാര്യം വിശ്വസിക്കുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടതുകൊണ്ടോ ഏതെങ്കിലും ഒരു കാര്യം അറിഞ്ഞതുകൊണ്ടോ ഒന്നും നരേന്ദ്രൻ വിശ്വസിക്കുന്ന സ്വഭാവക്കാരനല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നരേന്ദ്രനിൽ നിന്ന് ഈ വാക്ക് കേട്ടപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായി ദക്ഷിണേശ്വരത്ത് കാളിക്ഷേത്രത്തിലെ ആ പൂജാരി എന്ന് പറയുന്ന നിരക്ഷരനായ വ്യക്തിയല്ല, അത് ഈശ്വരീയ ഭാവമാണെന്ന് എനിക്ക് 100% ബോധ്യമായി എന്നാണ് ആ സ്കോട്ടിഷ് ചർച്ചിലെ പ്രൊഫസർ രാമചന്ദ്ര സുന്ദറിനോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് രാമേന്ദ്ര സുന്ദർ പറയുന്നത്, എനിക്ക് ഭഗവാനെക്കുറിച്ചുള്ള ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് നിരവധി ആളുകളിൽ നിന്നാണ് എനിക്ക് അനുഭവം ഉണ്ടാകുന്നത്. നോക്കൂ, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതേ ഇല്ല. പിന്നെ പണ്ടൊരിക്കൽ കണ്ടത് മാത്രമാണ് ആകെയുള്ള എൻ്റെ ഒരു സമ്പാദ്യം. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നിട്ടും ഭഗവാനോടുള്ള ആ ഭക്തി കൊണ്ടാണ് ശ്രീരാമകൃഷ്ണ ഭാഗവതം എഴുതാനായിട്ടുള്ള ആ ശേഷി ഭഗവാൻ എനിക്ക് സ്വപ്നത്തിൽ വന്ന് തന്നതും
ഞാനത് എഴുതിയതും 5000 സംസ്കൃത ശ്ലോകങ്ങൾ ഉൾപ്പെടെയുള്ള കൃതി എഴുതിയതും. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് മറ്റൊരാളെ ഇവിടെ അറിയാൻ പറ്റും. ശ്രീരാമകൃഷ്ണ ഭാഗവതം നമ്മുടെ നാട്ടിലും ഒരാൾ 2 അധ്യായം എഴുതി, മഹാകവി കുട്ടമത്ത്. അപ്പോൾ ഈ മഹാകവി കുട്ടമത്തും രാമേന്ദ്ര സുന്ദറും സമകാലികർ കൂടിയാണ്. അതാണ് അതിനകത്തുള്ളൊരു വൈചിത്ര്യം. 1876 രാമേന്ദ്ര സുന്ദർ ജനിക്കുന്നത്, 1976 മരിക്കുന്നത്. ഞാൻ നേരത്തെ 72 എന്നാണ് പറഞ്ഞത്, അതല്ല 76. 1876 അദ്ദേഹം ജനിക്കുന്നത്, 1976. അപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്, ഉണ്ടായിരുന്നത്. ഈ മഹാകവി കുട്ടമത്ത് 1880 ജനിക്കുന്നത്. അപ്പം 4 വർഷത്തെ എളുപ്പമേ ഉള്ളൂ. 76 അദ്ദേഹം മറ്റേ ആൾ ജനിക്കുന്നു, ഇദ്ദേഹം കുട്ടമത്ത് 80 ജനിക്കുന്നു. പക്ഷേ മഹാകവി കുട്ടമത്ത് 1943 63-ാമത്തെ വയസ്സിൽ മരിച്ചു. ആ 41 ഭാഗവതം എഴുതാൻ ശ്രമിക്കുന്നത്. 1941 ഭാഗവതം എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് രാമേന്ദ്ര സുന്ദർ എഴുതുന്നത്. ആദ്യം എഴുതുന്നത് കുട്ടമത്ത് തന്നെയാണ്. പക്ഷേ കുട്ടമത്തിന് 2 അധ്യായമേ എഴുതാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ശാരീരിക ക്ലേശം കൊണ്ട് കൈയും കാലുമൊക്കെ അനക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് ശരീരക്ലേശം വന്ന് പിന്നീട് 2 വർഷം കൊണ്ട് 1943 കുട്ടമത്ത് മരിക്കുകയും ചെയ്തു. അപ്പോൾ സമകാലികരായ ഒരു മലയാളിയും ഈ രാമേന്ദ്ര സുന്ദറിനെ പോലുള്ള അവിടുത്തെ ഒരു ബംഗാളിയും, 2 പേരും ശ്രീരാമകൃഷ്ണ ഭാഗവതം എഴുതാൻ ശ്രമിച്ചവരാണ്. അതിൽ മറ്റേ എഴുതുകയും ചെയ്തു. ഇതേപോലെ ഇവിടെ നമ്മൾ കാണുന്നത് രാമേന്ദ്ര സുന്ദറിനെ സംബന്ധിച്ച് ഭഗവാനെ ഒരിക്കൽ മാത്രം കണ്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതേ സാഹചര്യത്തിൽ പിന്നീട് വരുന്ന മറ്റൊരു ഭക്തൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, നാരായൺ ചന്ദ്ര ഘോഷ്. നാരായൺ ചന്ദ്ര ഘോഷ് ദക്ഷിണേശ്വരത്ത് അടുത്ത് ആലംബസാറിൽ തന്നെ താമസിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ നാരായൺ ചന്ദ്ര ഘോഷ് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് അറിയുന്നത് നാരായൺ ചന്ദ്ര ഘോഷിൻ്റെ സുഹൃത്ത് വഴിയാണ്. കാരണം നാരായൺ ചന്ദ്ര ഘോഷിന് പഠിക്കുന്ന കാലത്ത് ഈ കണക്ക്, സയൻസ് അതുപോലുള്ള പാഠഭാഗങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വലിയ തലവേദന പിടിച്ച പണിയാണ്. അദ്ദേഹത്തിന് ആ സ്കൂൾ പാഠങ്ങളോട് ഒരു താല്പര്യവുമില്ല. അദ്ദേഹത്തിന് താല്പര്യം ചിത്രകലയോടായിരുന്നു. അപ്പം നാരായൺ ചന്ദ്ര ഘോഷ് ചിത്രകല പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്നു, മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവസാനം നാരായൺ ചന്ദ്ര ഘോഷിൻ്റെ വീട്ടുകാർ നിർബന്ധപൂർവം സ്കൂളിൽ പോയാൽ ഇവൻ പഠിക്കില്ല എന്നുള്ളത് കൊണ്ട് വീട്ടിലിരുത്തി പഠിപ്പിക്കും. നിർബന്ധിച്ച് വീട്ടിലിരുത്തി ഒരു അമ്മാവനുണ്ട്, അമ്മാവൻ്റെ നേതൃത്വത്തിൽ ഇവനെ കണക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവനാണെങ്കിൽ ആ കണക്ക് പഠിക്കുന്ന പ്രശ്നമേ ഇല്ല. അവസാനം വീട്ടുകാർ തോറ്റു. അങ്ങനെ രണ്ടാമത് ഇവൻ കൽക്കട്ടയിലെ ആർട്ട് സ്കൂളിലേക്ക് ചെന്ന് ചേരുകയാണ് ഈ നാരായൺ ചന്ദ്ര ഘോഷ്. ഈ ആർട്ട് സ്കൂളിൽ ചേർന്ന സമയത്താണ് അവിടെ അദ്ദേഹം ചേർന്ന് അദ്ദേഹത്തിന് അവിടെ ഒരു സുഹൃത്തിനെ കിട്ടി. നവീൻ എന്നു പേരുള്ളൊരു സുഹൃത്തിനെ കിട്ടി. അപ്പോൾ ഈ നവീന് ദക്ഷിണേശ്വരം കാളീക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. അപ്പം നവീൻ ഈ നാരായൺ ചന്ദ്ര ഘോഷിനോട് ചോദിച്ചു, ദക്ഷിണേശ്വരം കാളീക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നവീൻ നാരായൺ ചന്ദ്ര ഘോഷ് പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ടില്ല, എനിക്കറിയാം അങ്ങനൊരു ക്ഷേത്രം അവിടെ ഉണ്ടെന്നറിയാം, ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, പക്ഷേ ഇതുവരെ ഞാൻ അവിടെ പോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല, പോയിട്ടില്ല. അപ്പം നവീൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ദിവസം ദക്ഷിണേശ്വരം കാളീക്ഷേത്രം കാണാൻ പോവാം എന്ന് പറഞ്ഞു. വളരെ മനോഹരമാണ് എന്ന് പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചൊന്നും ഇവർക്ക് അറിയില്ല, ഇവർ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം സ്കൂൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് നേരെ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ 11-12 മണി സമയത്താണ് ഇവർ ചെല്ലുന്നത്. അപ്പോൾ ക്ഷേത്രം അടച്ചിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആരോ പറഞ്ഞു, ഇനി നട തുറക്കുന്നത് വൈകിട്ട് 4 മണിക്ക് ശേഷമേ തുറക്കുകയുള്ളൂ, 3 മണിക്ക് ശേഷമേ തുറക്കുകയുള്ളൂ, നിങ്ങൾ അപ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും വിചാരിച്ചു എന്നാൽ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കാം എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ചുറ്റിക്കറങ്ങി നടന്ന് ഇവർ പഞ്ചവടിയിൽ വന്ന് അപ്പോൾ അവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല തണലൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അവരവിടെ ഇരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും, നവീൻ ഒരു നല്ല ഗായകനാണ്, ഇദ്ദേഹം നാരായണനും നല്ലൊരു സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പാടും. അപ്പം നവീൻ നാരായണനോട് പറഞ്ഞു,
നമുക്ക് ഒരു പാട്ട് പാടിയ, ഏതായാലും ഇവിടെ വെറുതെ ഇരിക്കില്ലേ, നമുക്ക് നല്ല കീർത്തനങ്ങൾ പാടാം എന്ന് പറഞ്ഞ് നവീൻ ഒരു കീർത്തനം പാടാൻ തുടങ്ങി. അപ്പോൾ നാരായണൻ അതിൻ്റെ കൂടെ പാടി. അങ്ങനെ ഇവരെങ്ങനെ നല്ല ഗംഭീരമായിട്ട് പരിസരം മറന്നിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പിറകിൽ നിന്നൊരു ശബ്ദം കിട്ടുന്നത്. ആരാണ് നിങ്ങൾ? ഒരു ശാസനാരൂപത്തിലൊരു ശബ്ദം. ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർക്ക് തോന്നിയത് ഏതോ ഭ്രാന്തനാണെന്നാണ്. ഒരു മനുഷ്യൻ പിറകെ വന്ന് നിൽക്കുന്നു. എന്നിട്ട് ചോദിച്ചു, ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ക്ഷേത്രത്തിൽ വന്നതാണ്, ഇവിടെ തുറക്കാത്തതുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഈ സന്ദർഭത്തിൽ ഇവർ ആ ആളുടെ പ്രകൃതം കണ്ടപ്പോൾ എന്തോ മാനസിക തകരാറുള്ള ആരോ ആയിരിക്കാനാണ് സാധ്യത, എവിടെ അലഞ്ഞു നടക്കുന്നൊരു മനോവിഭ്രാന്തി പിടിച്ച വ്യക്തിയാണ് എന്നുള്ള ധാരണയിൽ ഇവരെത്തി. എന്നിട്ട് ഇവരിങ്ങനെ ഏതായാലും ആ ശബ്ദം ഉണ്ടാക്കുകയാണ്, ഇനി അയാൾ വല്ല ഉപദ്രവം ചെയ്താലോ എന്ന് പേടിച്ചിട്ട് മിണ്ടാതിരുന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് അമ്മയെ കാണണ്ടേ എന്ന് ചോദിച്ചു. കാളി കോവിലിൽ പോയി അമ്മയെ കാണണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, കാണണം, എന്നാൽ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഒന്നും മറുത്തു പറഞ്ഞില്ല, കൂടെ അങ്ങ് നടന്നു. അങ്ങനെ നേരെ ചെന്ന് ഇദ്ദേഹം നേരെ നട തുറക്കൂല എന്നാണല്ലോ പറഞ്ഞു. ഇദ്ദേഹം നേരെ ചെല്ലുന്നു, നട തുറക്കുന്നു, ഇവരെ അകത്ത് കയറ്റുന്നു. എന്നിട്ട് പറഞ്ഞിരുന്നു, അമ്മയോട് എന്ത് വേണേൽ പറഞ്ഞോളാൻ പറഞ്ഞു. ഇവരങ്ങ് അത്ഭുതപ്പെട്ടു. ഇങ്ങനൊരു അനുഭവം ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുമെന്ന് ഇവർ വിചാരിച്ചതേയില്ല. ഇവർ വിചാരിച്ച് ഈ മനുഷ്യൻ ആരാണ്, ഇനി ഇദ്ദേഹം ഇത് വല്ല കുഴപ്പം കാണിക്കുന്ന ഒരാൾ നമ്മളെ ഇവിടെ ആരും കാണാതെ ഇതിനകത്ത് കൊണ്ടിരുത്തി നീ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ നമ്മളെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചു. പക്ഷേ ഇത് നേരെ ഇവരെ അകത്തിരുത്തിയിട്ട് കഥ കടച്ചിട്ട് വെളിയിലേക്ക് പോന്നു. ഇവർ കുറച്ചു നേരം അവിടെ ഇരുന്നു, തൊഴുതു. കുറെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു കാര്യം ഒരു മനസ്വസ്ഥതയോടുകൂടി ഇരിപ്പല്ലല്ലോ അത്. അതുകൊണ്ട് അവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഈ കൂട്ടിക്കൊണ്ടുപോയ ശ്രീരാമകൃഷ്ണദേവനാണ് കൂട്ടിക്കൊണ്ടുപോയത്. ശ്രീരാമകൃഷ്ണദേവൻ പുറത്ത് നിൽപ്പുണ്ട്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. നേരെ ഇവർ പിന്നാലെ പോയി. നേരെ ശ്രീരാമകൃഷ്ണദേവൻ ഇവരെ രണ്ടുപേരെയും ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിലേക്ക് കൊണ്ടു. എന്നിട്ട് മുറിയിൽ കൊണ്ട് ഇരുത്തിയതിന് ശേഷം കുറേ സ്വീറ്റ്സ് ഇതൊക്കെ കൊടുത്തു. അതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പാടിയത് നല്ല പാട്ടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പാടാൻ പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവർ വിചാരിച്ച പോലെ ആളൊരു കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷേ ആരാണെന്നറിയില്ല, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പൂജാരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിരിക്കും എന്ന് ധരിച്ചു. അങ്ങനെ ഏതായാലും അദ്ദേഹം പറഞ്ഞ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ പോലെ അവർ പാട്ടുപാടാൻ തുടങ്ങി. അവിടെ ഇരുന്ന് അങ്ങനെ പാട്ടൊക്കെ പാടിയ ശേഷം വലിയ സന്തോഷമായി ഈ പ്രസാദമൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അപ്പോൾ നവീൻ നേരെ കൽക്കട്ടയ്ക്ക് പോയി. നാരായൺ തൻ്റെ വീട്ടിലേക്കും വന്നു. പക്ഷെ നാരായണന് വീട്ടിൽ വന്നിട്ട് ഇരിപ്പുറപ്പിക്കുന്നില്ല. കാര്യം ഈ വ്യക്തി ആരാണ്, താൻ ഇന്ന് കണ്ട എന്തോ ഒരു തരത്തിലുള്ള മാനസിക അലട്ടൽ ഈ നാരായണനെ ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം ഈ നാരായണൻ വീണ്ടും അവിടെ ചെന്നത് ഇതാരാണെന്ന് അറിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് നാരായണൻ പോയത്. പക്ഷെ ചോദിക്കാനൊരു മടിയുള്ളതുകൊണ്ട് ചോദിച്ചില്ല. എന്നിട്ട് അവിടെ വീണ്ടും ചെന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, നീ വീണ്ടും വന്നോ എന്ന് ചോദിച്ചു. വീണ്ടും പഴയ പോലെ ഭക്ഷണം കൊടുക്കുന്നു. അല്ലാതെ ഇവനുമായിട്ട് മറ്റൊരു തരത്തിലുള്ള സംഭാഷണവും നടത്തുന്നില്ല. എന്നാൽ വേറെ ചില ആളുകളൊക്കെ വരുന്നുണ്ട്. ഈ വരുന്നവർ പലരും കൽക്കട്ടയിലെ വലിയ ഉന്നതരായ ഏതോ വ്യക്തികളാണ് എന്ന് അവർ വന്ന രീതി കണ്ടപ്പോൾ നാരായണന് മനസ്സിലായി. സാധാരണക്കാരല്ല വരുന്നത്, വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് വരുന്നതെന്നും. അപ്പോൾ സാമാന്യം തന്നെപ്പോലുള്ള ഒരു വിദ്യാർത്ഥിക്ക് സമീപിക്കാവുന്ന തരത്തിലുള്ള ഒരു സാധാരണ വ്യക്തിത്വമൊന്നും അല്ല ഇതെന്ന് നാരായണന് മനസ്സിലായി. പക്ഷെ ആരാണ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു ബോധമൊന്നും നാരായണനുണ്ടായിരുന്നില്ല. അത് ചോദിക്കാനുള്ളൊരു അങ്ങനെ ചോദിക്കണമെന്ന് തോന്നിയില്ല. എന്തായാലും അവിടെ വന്നു, കണ്ടു എന്ന് മാത്രം. പക്ഷേ വന്നപ്പോൾ ഒരു കുട്ടികൾക്കുണ്ടാകുന്ന സഹജമായൊരു താല്പര്യമാണത്. കാര്യം ചെല്ലുമ്പോഴൊക്കെ സന്തോഷം തരുന്നുണ്ട്. കാര്യം ഒരാൾ നമ്മളെ വേണ്ട രീതിയിൽ ഭക്ഷണമൊക്കെ തരുന്നു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ പലഹാരങ്ങളൊക്കെ തരുന്നു, പഴങ്ങളൊക്കെ തരുന്നു, നമുക്ക് ഇഷ്ടം തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടികൾക്കുണ്ടാകുന്ന സഹജമായ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് നാരായണൻ പിന്നെയും ദക്ഷിണേശ്വരത്തേക്ക് പോകാനും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പാട്ടുകൾ, ഇദ്ദേഹത്തിൻ്റെ ആ പ്രകടനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കുട്ടിത്തത്തോടു കൂടി നാരായണൻ ഇതിനെ വീക്ഷിച്ചു കൊണ്ടേയിരുന്നു. നാരായണൻ ഒരിക്കൽ പോലും ഇതാരാണെന്നോ എന്താണെന്നോ ചോദിക്കാനുള്ള ബുദ്ധിയൊന്നും നാരായണനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ തോന്നിയില്ല, നാരായണൻ അത് തോന്നിയില്ല. അതാണല്ലോ നേരത്തെ ഓരോ ഭഗവാന്റെ മുന്നിൽ എത്തപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ ചിന്താക്കുഴപ്പങ്ങളാണിത്. അപ്പം നാരായണൻ അത് തോന്നിയതേയില്ല.
നാരായണൻ അത് ചോദിക്കാനും പോയില്ല. എന്നാൽ കൃത്യമായി മിക്ക ദിവസങ്ങളിലും നാരായണൻ ദക്ഷിണേശ്വരത്ത് പോയി കാണുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് അപ്പോൾ പിന്നെ പറയുന്നത് തൻ്റെ ചിത്രകലാ പഠനം പുരോഗമിക്കുകയും, അപ്പോൾ കാലങ്ങൾ പിന്നെയും പോയി. അപ്പോൾ ചിത്രകലാ പഠനം പുരോഗമിച്ചു. അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് പിന്നെ ഈ പഠനം കഴിഞ്ഞ സമയത്തും ദക്ഷിണേശ്വരത്ത് സ്ഥിരമായി പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു മഴ ദിവസം അത് സ്കൂളൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസമാണ്. അപ്പോൾ കാലം കുറച്ച് മുന്നോട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു മഴ ദിവസം ആണ് ചെല്ലുന്നത് ദക്ഷിണേശ്വരത്ത്. നാരായണൻ ചെല്ലുന്ന ഒരു മഴ ദിവസമാണ്. അപ്പോൾ മഴയത്ത് അവിടെ പുറമേ നല്ല മഴയുണ്ട്. ഭഗവാൻ മുറിയിലിരിക്കുകയാണ്. വേറെ ആരൊക്കെയോ അവിടെ ഇരിപ്പുണ്ട്. നാരായണനും കൂടെ ചെന്നിരുന്നു. അപ്പോൾ ഭഗവാൻ അവിടെ ഇരുന്ന ഒരാളോട് പറഞ്ഞു, അയാളുടെ പേര് അയാൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല, ആ പീതാംബരൻ എന്ന് പറഞ്ഞ ഒരാൾ. ആ പീതാംബരനോട് ഭഗവാൻ പറഞ്ഞു, എനിക്കല്പം മലര് കഴിക്കണം, മൂടി. ബംഗാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് മലര്. അപ്പോൾ ഈ മലര് കുതിർത്ത് കഴിക്കുക, അല്ലെങ്കിൽ മലര് നമ്മൾ ഉത്സവച്ചന്തയിലൊക്കെ നമ്മളും കാണും പാക്കറ്റിൽ മലര് ഇങ്ങനെ പാക്കറ്റിൽ കൊണ്ടിരുന്നുണ്ട്. ഇവിടെ ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം മലര് കഴിക്കുക എന്ന് പറയുന്ന അവരുടെ നിത്യജീവിതത്തിലെ ഒരു സ്ഥിരം ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം. അതായത് മലരും ശർക്കരയും കൂടെ കൂട്ടി ഒരു ഉണ്ട ശർക്കരയും ഒരു പാത്രം മലരും ഉണ്ടെങ്കിൽ അവർ തൃപ്തരാണ്. നോക്കൂ, ഞാൻ കൽക്കട്ടയിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു ഹോട്ടലിൽ പോയപ്പോൾ ആ ഹോട്ടലിലെ ജോലി ചെയ്യുന്ന ആ ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അപ്പോൾ അവനോട് ഞാൻ എൻ്റെ കൗതുകം കൊണ്ട് ചോദിച്ചു, നിനക്ക് ഈ ഹോട്ടലിൽ നിന്നാൽ ഒരു മാസം എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, എനിക്ക് കൽക്കട്ട ജീവിതത്തെക്കുറിച്ചൊന്നും എനിക്ക് നന്നായിട്ട് അറിയില്ല, എന്നാലും കൽക്കട്ട ചെന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ കൗതുകം കൊണ്ട് ചോദിച്ചതാണ്, നിനക്ക് ഈ ഹോട്ടലിൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, എല്ലാ ദിവസവും വരുമ്പോൾ ഹോട്ടലിൽ രാവിലെ 9 മണിക്ക് വരണം. 9 മണിക്ക് വരുമ്പോൾ ഒരു പാത്രം നിറച്ച് മലര് കൊടുക്കും. ഈ മുതലാളി, ഹോട്ടലിൻ്റെ മുതലാളി ഒരു പാത്രം നിറച്ച് മലര് കൊടുക്കും. ഇവൻ എന്ത് ചെയ്യും? അതിൽ വെള്ളം ഒഴിച്ചെടുത്ത് വെക്കും. അപ്പോൾ ഈ മലര് കുതിർന്ന് വീർക്കും. അപ്പോൾ അതിൻ്റെ അളവ് കൂടും. 3 നേരം ഈ മലരാണ് ഇവൻ കഴിക്കുന്നത്. ഒരുണ്ട ശർക്കരയും ഒരു പാത്രം മലരുമാണ് അവൻ്റെ ഒരു ദിവസത്തെ ശമ്പളം. എല്ലാ ദിവസവും ഇതേ ഉള്ളൂ, പൈസ എന്നുള്ള ഇടപാടില്ല. അപ്പോൾ അവിടെ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ആളുകൾ, എത്ര ദരിദ്ര അവസ്ഥയിലായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ജോലി ചെയ്യണം. അപ്പോൾ ഈ ഞാൻ ആ മലരെന്ന് കണ്ടപ്പോൾ അത് ഓർത്തതാണ്. എന്തായാലും ബംഗാളികൾക്ക് മലര് എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥത്തോട് വല്ലാത്ത ആർത്തിയാണ്. നമുക്ക് പായസത്തോടൊക്കെ തോന്നുന്ന ആർത്തിയാണ് അവർക്ക് മലരിനോട് തോന്നുന്ന ആർത്തി. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, മഴ പെയ്യുമ്പോൾ മലര് കിട്ടിയാൽ കഴിക്കാൻ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പീതാംബരൻ വേറൊരാളോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ പോയി, അവിടെ പീതാംബരനും ആ തൊട്ടടുത്താണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും, വീട്ടിൽ പോയിട്ട് ഒരു കുട്ട നിറച്ച് മലര് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒരു കൊട്ട നിറച്ച് മലര് കൊണ്ടുവന്നപ്പോൾ അവിടെ ഇരുന്നവർക്കൊക്കെ ഭഗവാൻ തന്നെ അതൊക്കെ വിതരണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ നല്ല മഴയാണ്, നമുക്കിതെല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ പങ്കിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നമ്മുടെ നാരായണൻ ഒരു അറ്റത്ത് മാറി ഇരിപ്പുണ്ട്. അപ്പോൾ നാരായണനോട് പറഞ്ഞു, നീയും കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണൻ പറഞ്ഞു, വേണ്ട, എനിക്കിപ്പോൾ വേണ്ട, അങ്ങ് കഴിച്ചാട്ടെ എന്ന് പറഞ്ഞു. അല്ല, നീ കഴിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണൻ ഇത്തിരി ഒരു എന്തോ നാരായണൻ അങ്ങനെയാണ് പറയാൻ തോന്നുന്നു. നാരായണൻ പറഞ്ഞു, അങ്ങ് കഴിച്ചിട്ട് ഞാനത് പ്രസാദമായി കഴിച്ചോളാം എന്ന് പറഞ്ഞു. നോക്കൂ, നാരായണൻ ഇത് ആരാണെന്നോ എന്താണെന്നോ ഈശ്വരഭാവമാണെന്നോ അല്ലെങ്കിൽ അവതാരമാണെന്നോ നാരായണൻ അറിയില്ല. നാരായണൻ ഒരു ഇഷ്ടപ്പെട്ട വ്യക്തിത്വമാണ്. സ്നേഹം കൊണ്ടാണ് നാരായണൻ വന്നുകൊണ്ടിരുന്നത്, ഇഷ്ടം കൊണ്ട്, ആ വ്യക്തിത്വത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. തുടക്കത്തിൽ ഭഗവാൻ അതാണ് സൂചിപ്പിച്ചത്. ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ഇഷ്ടം മാത്രം മതി, അല്ലാതെ ഭഗവാൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭഗവാനാണ്, അവതാരമാണ്, ഈശ്വര സാക്ഷാത്കാരമാണെന്നൊന്നും വലിയ പാണ്ഡിത്യമൊന്നും വെച്ച് ഒരു ഈശ്വരനെ അറിയേണ്ട കാര്യമില്ല. വെറും ഇഷ്ടം മാത്രം മതി. അതാണ് ഈ നാരായണനിലുള്ള വ്യത്യാസം. നാരായണന് ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ. അത് വല്ലാത്തൊരു ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങ് കഴിച്ചിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചെയ്തത്, ഒരു പിടി മലരെടുത്ത് സ്വന്തം നാക്കിൽ ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇവൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുത്തു, കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നാരായണൻ അത് കഴിക്കുന്നത്. ഇത്രയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും
നാരായണന് എന്തെങ്കിലും ഒരു ബോധം നാരായണൻ അങ്ങനെ ഒരു ബോധമേ ഇല്ല. ഇത് ആരാണെന്ന ബോധം നാരായണൻ ഉണ്ടായിട്ടേ ഇല്ല ജീവിതത്തിൽ. അതാണ് ഏറ്റവും വലിയ തമാശ. നാരായണൻ അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഞാനിങ്ങനെ ചിത്രകലയൊക്കെ പഠിച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും അന്ന് ഈ കൽക്കട്ടയെ സംബന്ധിച്ച് നാടകക്കാർ കുറേ അധികമുണ്ട്, നാടകശാലകൾ ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കർട്ടൻ വരയ്ക്കുന്ന ജോലിയാണ് നാരായണൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നാരായണൻ പറഞ്ഞു, ഞാനിങ്ങനെ രംഗപടം, നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ പറയും രംഗപടം, അപ്പോൾ രംഗപടം വരയ്ക്കുന്ന ജോലിയാണ് ചെയ്യുന്നതെന്ന് നാരായണൻ പറഞ്ഞിരുന്നു. അപ്പോൾ നാരായണൻ ഈ രംഗപടം വരയ്ക്കുന്ന കൂട്ടത്തിൽ ഈ നാടകക്കാരുമായിട്ടുള്ള ബന്ധം കാരണം ഒരാഗ്രഹം ഉണ്ടായത്, എനിക്കൊരു നല്ല നടനാകണം എന്ന ആഗ്രഹം തോന്നി നാരായണൻ. പക്ഷേ ഇതാരോടും പറയാനുള്ള ധൈര്യമില്ല. കാര്യം നാടക കമ്പനിക്കാരോട് പറയാൻ പറ്റില്ല. കാര്യം അയാളെ ഇവിടെ കർട്ടൻ വരയ്ക്കാൻ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ഭഗവാനോട് പറഞ്ഞ ആകെ ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ നാരായണൻ ഭഗവാനോട് പറഞ്ഞിട്ടുള്ളൂ, അത് തനിക്ക് അഭിനയിക്കണം എന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം നീ അടുത്ത ദിവസം ഒരു ദിവസം വാ, അപ്പം ഞാൻ അതിന് വേണ്ട വഴിയൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അറിയാം ഗിരീഷ് ചന്ദ്ര ഘോഷ് വരുമ്പോൾ പറയാമെന്നുള്ള കാര്യം. കാരണം ഗിരീഷ് ചന്ദ്ര ഘോഷാണ് കൽക്കട്ടയിലെ ഏറ്റവും വലിയ നാടകക്കാരൻ. അതിനപ്പുറം ഒരു നാടകക്കാരൻ പോലും ഇല്ല. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് വന്നപ്പം ഭഗവാൻ പറഞ്ഞു, ഞാൻ ഒരാളെ നിനക്ക് തരാം, അത് വലിയ നടനാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് നാരായണൻ. അപ്പം നാരായണനെ നീ കൊണ്ടുപോയി നല്ല രീതിയിൽ അവൻ്റെ അഭിനയ താല്പര്യത്തെ നീ വളർത്തണം എന്ന് പറഞ്ഞ് ഭഗവാനാണ് നാരായണനെ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ നാരായണൻ ഗിരീഷ് ചന്ദ്ര ഘോഷിനോടൊപ്പം നാടക മേഖലയിലേക്ക് പോവുകയാണ്. പിന്നെ ഒരിക്കൽ പോലും നാരായണന് ഭഗവാന്റെ അടുത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. അതാണ് ആ നാടകത്തിരക്കുകളിൽപ്പെട്ട് ആ നാടകത്തിൻ്റെ പ്രശ്നങ്ങളുമായി പോയി ആ നാടക മേഖലയിൽ നാരായണൻ വലിയ മിടുക്കനായി മാറി, അഭിനയകലയിലൊക്കെ വലിയ മിടുക്കനായി മാറി. ആ തിരക്കുകൾ വർദ്ധിച്ചു, വലിയ തിരക്കുള്ള നടനായി. അങ്ങനെ നാരായണന് പിന്നീട് ദക്ഷിണേശ്വരത്ത് വരാനോ ഭഗവാനെ കാണാനോ, പക്ഷെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷെ ആ തിരക്ക്, ഒരു അഭിനേതാവിൻ്റെ തിരക്ക് നമുക്കെല്ലാം ഊഹിക്കാവുന്നതാണ്. ഒരു നാടക നടനായി മാറിക്കഴിയുന്ന, അന്നത്തെ കാലത്തൊരു നാടക നടനായി മാറിക്കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളമാണ് അയാൾക്ക് അത് ഒരു ഫ്രീ ടൈം കിട്ടുന്ന സാഹചര്യം കുറവാണ്. കാര്യം അന്ന് സ്റ്റാർ തിയേറ്ററിലൊക്കെ നാടകം 3 നേരമാണ് കളിക്കുന്നത്. ഈ മോർണിംഗ് ഷോ, മാറ്റിനി, ഫസ്റ്റ് ഷോ എന്നൊക്കെ പറഞ്ഞ പോലെ, സെക്കൻഡ് ഷോ എന്നൊക്കെ പറഞ്ഞാൽ 3 നേരവും 4 നേരമൊക്കെ നാടകം കളിക്കുന്ന നേരം. അത് പല നാടകങ്ങളാണ് കളിക്കുന്നത്, ഒരു നാടകമല്ല, പല നാടകം. അപ്പോൾ ഒരേ ദിവസം പല നാടകങ്ങളിൽ പല വേഷങ്ങളാണ്. ശ്രീരാമകൃഷ്ണദേവനൊക്കെ നാടകം നാരായണൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിക്കുന്ന നാടകം കാണാനായിട്ടൊക്കെ ശ്രീരാമകൃഷ്ണദേവൻ പോയതായി പറയുന്നുണ്ട്. അങ്ങനെ ആ തരത്തിൽ നാരായണൻ ആ തിരക്കുകളിൽ പെട്ടുപോയി. അങ്ങനെ ഒരു ദിവസം പിന്നീട് ഒരു സാഹചര്യം കിട്ടിയപ്പോൾ നാരായണൻ ദക്ഷിണേശ്വരത്ത് വരികയാണ്, ഭഗവാന്റെ അടുത്ത് വരികയാണ്. ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തൻ്റെ നാടക ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ ഭഗവാനോട് പറഞ്ഞു, അഭിനയിച്ച് കാണിച്ചു. അപ്പം ഭഗവാന് വലിയ സന്തോഷമായി. നോക്കൂ, ഇപ്പോൾ പോലും നാരായണന് താൻ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയുമില്ല. അതാണ് ഇതിനകത്തെ ഏറ്റവും വിചിത്രമായ വസ്തു. അപ്പോൾ ഭഗവാൻ നാരായണനോട് പറഞ്ഞു, നീ ഒരു നല്ല പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ നാരായണൻ പറഞ്ഞു, ഞാനൊരു നാടകത്തിൽ അഭിനയിച്ചപ്പോൾ ആ നാടകത്തിലെ ഒരു പാട്ട് ഞാനിവിടെ പാടാം എന്നും പറഞ്ഞ് നാരായണൻ നാടകത്തിൽ അഭിനയിച്ച ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചപ്പോൾ പാടിയ ഒരു പാട്ട് നാരായണൻ ഭഗവാന്റെ അടുത്ത് ഇരുന്ന് പാടുകയാണ്. ആ പാട്ടിൻ്റെ വരികളുടെ അർത്ഥം ഇങ്ങനെയാണ്: ഈശ്വര, നീ എവിടെയാണ്? ഞാനൊരു പാവം സാധു, ഈ ലോകത്ത് തലചായ്ക്കാൻ ഒരിടമില്ല. നമ്മൾ KS ജോർജിൻ്റെ പാട്ട് ഓർത്താൽ മതി. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. ഏതാണ്ട് സമാനമായൊരു പാട്ടാണ് നാരായണൻ പാടിയത്. ഈശ്വര, നീ എവിടെയാണ്? ഞാനൊരു പാവം സാധുവല്ലോ, ഈ ലോകത്ത് തലചായ്ക്കാൻ എനിക്കൊരിടമില്ല എന്ന പാട്ട് മനോഹരമായിട്ട് പാടി ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാരായണൻ ഭഗവാന്റെ മുമ്പിൽ പാടുന്നത്. അപ്പോൾ ആ കണ്ണീർ വാർത്തുകൊണ്ട് ആ കഥാപാത്രമായി മാറി, പെട്ടെന്ന് ആ രംഗവേദിയായി മാറി ഭഗവാന്റെ മുമ്പിൽ അർപ്പണത്തോടു കൂടിയാണ് പാടുന്നത്. അപ്പോൾ ഭഗവാൻ ഈ പാട്ട് കഴിഞ്ഞ ഉടൻ ഭഗവാൻ ഉറച്ചങ്ങ് ചിരിച്ചു. നോക്കൂ, നാരായണൻ അവതരിപ്പിച്ച പാട്ടും ആ കഥാപാത്രവും
ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. പാടിയ പാട്ട് വളരെ ശോകമൂകമായ ഒരു പാട്ടാണ് നാരായണൻ പാടുന്നത്. പാട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഉറക്ക പൊട്ടിച്ചിരിച്ചു വന്നു. ഏതോ വലിയ തമാശ കേൾക്കുന്ന പോലെ ഭഗവാൻ ഉറക്ക പൊട്ടിച്ചിരിച്ചിട്ട് ഭഗവാൻ നാരായണനോട് പറയുകയാണ്, അവൻ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അവൻ എന്നുദ്ദേശിച്ച് ഈശ്വരൻ. അവൻ നിൻ്റെ അടുത്ത് തന്നെ. ഈശ്വരൻ എവിടെ? നാരായണൻ പാടിയത് ഈശ്വര നീ എവിടെയാണെന്നാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ മുന്നിൽ നിന്നാണ് ഈ ക്യാരക്ടറായി മാറിയ നാരായണൻ സാക്ഷാൽ ഈശ്വരൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ പാട്ട് പാടുന്നത്. ഈശ്വരനെ ഇരിക്കുന്നത് ഈശ്വരൻ്റെ മുമ്പിലാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. നമ്മളും എല്ലാം അതാണ് അവസ്ഥ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവൻ നിൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ നാരായണന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായേയില്ല. നാരായണൻ അത് മനസ്സിലായില്ല. നാരായണൻ തന്നെ തുറന്നു. പിന്നീടാണ് നാരായണൻ തുറന്ന് പറഞ്ഞു, എനിക്കത് മനസ്സിലായേയില്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ മഹാസമാധിക്ക് ശേഷം കുറേ കാലം കഴിഞ്ഞ്, വളരെ നാൾ കഴിഞ്ഞാണ്, അതായത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ സമാധി കഴിഞ്ഞ് സന്യസ്ത ശിഷ്യന്മാരെല്ലാം വളരെ അവരുടേതായ വഴികളിലൂടെ, സന്യാസ ജീവിതത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയും സ്വാമി വിവേകാനന്ദൻ വിശ്വവിജയിയായി വരികയും എല്ലാം ചെയ്ത് ബലൂർ മഠത്തിൻ്റെ രൂപീകരണം വരെ നടന്ന ശേഷം അത്രയും വലിയ വിപുലമായി ആ അന്തരീക്ഷം മാറുന്നത് കണ്ട് നാരായണൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോഴാണ് നാരായണൻ പറഞ്ഞത്, അന്ന് ഭഗവാൻ എന്നോട് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞാൻ ഇത്രയും നാൾ സ്നേഹത്തോടു കൂടി പെരുമാറിയത് സാക്ഷാൽ ഈശ്വരൻ്റെ അടുത്തായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനി എനിക്ക് ആ അവസരം കിട്ടില്ലല്ലോ, അത് അറിഞ്ഞ് എനിക്ക് അന്ന് പെരുമാറാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അത്യധികം വേദനയോടെ പൊട്ടിക്കരയുന്നൊരു നാരായണനെയാണ് അവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ എല്ലാം അവസരമായിട്ട് വരുന്നത്. ഇപ്പോൾ മണി എത്തി, സമയമായി. നമ്മുടെ ഈ രണ്ട് വ്യക്തിത്വങ്ങളിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ രണ്ട് ഗൃഹസ്ഥാശ്രമികളുടെ വഴി നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ഭഗവാന്റെ സ്മരണയിൽ നമുക്കും അത് തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ. നമസ്തേ. അതെ അതെ അതെ. എനിക്കും അത് സംശയമുണ്ട്. ഞാൻ മലര് നമ്മളെ ഉത്സവത്തിനൊക്കെ മേടിക്കുന്ന ആ സാധനം എന്താണ് കവറിലിട്ട്? പൊരിയല്ലേ? അത് പൊരി തന്നെ. മലരും പൊരിയും ഒന്ന് തന്നെ, ഒരേ വാക്ക് തന്നെ. ഒരേ വസ്തുവിനെ രണ്ട് തരത്തിൽ പറയും. നെല്ല് വറുക്കും. അതെ 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 അതെ. ആ വസ്തു അതാണ്. പൊരി 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 പൊരി. അപ്പം തിരുവനന്തപുരം സൈഡിൽ പൊരി എന്ന് പറയുന്നുണ്ട്. അത് തന്നെ നമ്മൾ ചായക്കകത്തൊക്കെ ഇട്ട് നമ്മൾ കുടിക്കും. അതെ 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 പൊരി. ഉണ്ട് 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 ഉണ്ട്. അല്ല അവിടെ ഇത് ചായയിൽ കൂടെ ഇതിട്ട് അവസാനം ചായ കുടിച്ചു കഴിഞ്ഞ് ഇത് കോരിയാൽ കഴിക്കാം. അതെ അതെ അതെ. രണ്ടാണ്. അതെ അതെ. മലര് പൊരി. ഞാൻ അതെ 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 അതെ. രണ്ടാണ്. അതെ അതെ. ഇല്ല ഇല്ല. അതെ 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 അതെ. അല്ലല്ല, അതല്ല, ആളല്ല ഇത്. ആ നാരായണനല്ല. അതെ 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 അതെ. അല്ലല്ലല്ല, രണ്ടാണ്. മറ്റേത് ആ നാരായണനോട് പറയുന്നത് നമ്മുടെ മഹേന്ദ്രനാഥ് ഗുപ്തയുടെ സഹോദരന് ജോലി വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറയുന്നത് ആ നാരായണനോടാണ്. നമ്മൾ ആ നാരായണൻ്റെ കഥ പറഞ്ഞതാണ് ഇവിടെ. ആ നാരായണൻ്റെ കഥ നേരത്തെ പറഞ്ഞതാണ്. ആ നാരായണനല്ല. ഞാനും അങ്ങനെ വിചാരിച്ചു. പക്ഷെ അല്ല, ഈ നാരായണനും ആ നാരായണനായിട്ട് ഒരു ബന്ധവുമില്ല.
ഇല്ല, ഈ നാരായണൻ വചനാമൃതത്തിൽ കാണുന്നില്ല. കാര്യം മഹേന്ദ്രനാഥ് ഗുപ്ത വരുന്ന ഒരു ഘട്ടവും ഈ നാരായണൻ്റെ കാര്യത്തിൽ വരുന്നില്ല. ഒരു തവണ എങ്ങാണ്ട് ഈ നാരായണൻ പറയുന്നിടത്ത് മാസ്റ്റർ മഹാശയൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അവർ തമ്മിൽ അങ്ങനെ ബന്ധമില്ല. ഇത് വേറെ നാരായണൻ. പുന്തി വേറെ. പുന്തി നമ്മൾ നേരത്തെ അക്ഷയകുമാർ എഴുതിയതാണ് പുന്തി വരുന്നത്. അതെ, അക്ഷയകുമാർ എഴുതിയതാണ് പുന്തി എന്ന് പറയുന്നത്. ശ്രീരാമകൃഷ്ണ പുന്തി. ഇത് ഭാഗവതം. ഇദ്ദേഹം ശ്രീ രാമകൃഷ്ണ ഭാഗവതം എന്ന് തന്നെയാണ് ആ പുസ്തകം. ശ്രീ എനിക്ക് തോന്നുന്നു അത് 1970 72 അതിന് ഇന്ദിരാഗാന്ധി അവാർഡ് കൊടുക്കുകയുണ്ടായി. 72. അതെ. അതാണ് പുന്തി, ശ്രീരാമകൃഷ്ണ പുന്തി, അക്ഷയകുമാറിന്റെ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ.